നമസ്കാരം. പ്ലസ് ടു ഫിസിക്സിലെ കറണ്ട് ഇലക്ട്രിസിറ്റി എന്ന മൂന്നാമത്തെ ചാപ്റ്ററിലെ അടുത്ത ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ക്ലാസ്സിൽ നമ്മൾ പൊട്ടൻഷ്യോമീറ്ററിൻ്റെ മറ്റൊരു യൂസാണ് ഡിസ്കസ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് ഹൗ ടു ഫൈൻഡ് ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് ഓഫ് എ സെൽ യൂസിങ് പൊട്ടൻഷ്യോമീറ്റർ. ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് എന്താണെന്ന് നമ്മൾ മുമ്പ് കണ്ടു കഴിഞ്ഞ കാര്യമാണ്. ഇറ്റ് ഈസ് ദി റെസിസ്റ്റൻസ് ഓഫേർഡ് by the electrolyte of the cell to the flow of current. അതായത് ഒരു സെല്ലിലെ ഇലക്ട്രോലൈറ്റ് കറണ്ട് ഫ്ലോയ്ക്ക് കൊടുക്കുന്ന റെസിസ്റ്റൻസിനാണ് നമ്മൾ ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് എന്ന് പറയുക. അപ്പോൾ ഒരു പൊട്ടൻഷ്യോമീറ്റർ യൂസ് ചെയ്തിട്ട് എങ്ങനെയാണ് ഒരു സെല്ലിൻ്റെ ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ നോക്കാം. സോ വിൽ സീ ദ സർക്യൂട്ട് ഡയഗ്രാം. ഇപ്പോൾ പൊട്ടൻഷ്യോമീറ്ററിൻ്റെ ഒരു സർക്യൂട്ട് ഡയഗ്രാം എന്ന് പറയുമ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു ധാരണ ഉണ്ടാവും. Primary circuit, we have the same primary circuit consisting of cell E, rheostat RH, key K, and what is the purpose of using primary circuit? What is the role of primary circuit? എന്താണ് primary circuit duty? To send steady current through the potentiometer wire. ഈ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു സെക്കൻഡറി സർക്യൂട്ടിലാണ് വ്യത്യാസം വരിക. അതായത് ഏത് പേർപ്പസിനാണോ നമ്മൾ പൊട്ടൻഷ്യോമീറ്റർ യൂസ് ചെയ്യുന്നത് അതിനനുസരിച്ചിട്ടാണ് വിൽ ഡിസൈൻ ദി സെക്കൻഡറി സർക്യൂട്ട്. സോ ഹിയർ ഇൻ ദിസ് കേസ് ദ സെക്കൻഡറി സർക്യൂട്ട് കൺസിസ്റ്റ് ഓഫ് വാട്ട് ഓൾ കമ്പോണൻറ്റ്സ്. സി സെക്കൻഡറി സർക്യൂട്ടിൽ നമുക്കുള്ളത് ഒന്ന് സെൽ E1 whose internal resistance is to be determined. ഏത് സെല്ലിൻ്റെ ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് ആണോ കണ്ടുപിടിക്കേണ്ടത് ആ സെൽ, അതാണ് E1. പിന്നെയുള്ളത് റെസിസ്റ്റൻസ് ബോക്സ് R റെസിസ്റ്റൻസ് ബോക്സ്. ഇറ്റ് ഇസ് ദ റെസിസ്റ്റൻസ് ബോക്സ് വിത്ത് നോൺ റെസിസ്റ്റൻസസ്, നോൺ വാല്യൂസ് ആണ് അതിലുണ്ടാവുക. 1 2 3 4 അല്ലെങ്കിൽ 0.1 0.2 ആ രീതിയിൽ നോൺ വാല്യൂസ് ഓഫ് റെസിസ്റ്റൻസ് ഉൾപ്പെടുന്ന റെസിസ്റ്റൻസ് ബോക്സ്. Then you have another key K1. Okay, so E1 എന്ന സെല്ലിനോട് പാരലൽ ആയിട്ടാണ് റെസിസ്റ്റൻസ് ബോക്സും കീ K1ഉം കണക്ട് ചെയ്തിട്ടുള്ളത്. ആൻഡ് യു ഹാവ് ആസ് യൂഷ്വൽ എ ഗാൽവനോമീറ്റർ ആൻഡ് ദെൻ എ ജോക്കി. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് സെക്കൻഡറി സർക്യൂട്ടിൽ നമുക്ക് കാണാൻ കഴിയുക. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ സെക്കൻഡറി സർക്യൂട്ടിൽ ക്രമീകരിച്ചിട്ടുള്ളത്. ഇനി എങ്ങനെയാണ് ഈ പൊട്ടൻഷ്യോമീറ്റർ ഉപയോഗിച്ചിട്ട് ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ നോക്കാം. അപ്പോൾ ഈ ഒരു സർക്യൂട്ട് ഡയഗ്രാമാണ് നിങ്ങൾ പഠിച്ചിരിക്കേണ്ടത്. ഇപ്പോൾ എക്സാമിന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു സർക്യൂട്ട് ഡയഗ്രാം വരച്ചാൽ മതി. ഇനി നമ്മൾ കാണാൻ പോകുന്നത് പ്രാക്ടിക്കൽ പർപ്പസിൽ ഇത് യൂസ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് റീഡിങ് എടുക്കുക, അല്ലെങ്കിൽ എങ്ങനെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ അടുത്ത സർക്യൂട്ട് ഡയഗ്രാം നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. അപ്പോൾ വരച്ച് പഠിക്കേണ്ടത് ഈ സർക്യൂട്ട് ഡയഗ്രാമാണ്. ഓക്കെ, അടുത്ത സർക്യൂട്ട് ഡയഗ്രാം നോക്കാം. അത് വെച്ചിട്ട് എങ്ങനെയാണ് ഇതിൻ്റെ എക്സ്പെരിമെൻറ്റ് ചെയ്യാമെന്ന് പറയാം. വലിയ വ്യത്യാസമൊന്നുമില്ല, പ്രൈമറി സർക്യൂട്ട് സെയിം ആണ്. സെക്കൻഡറി സർക്യൂട്ടിലും കാര്യമായ വ്യത്യാസമൊന്നുമില്ല. ചെറിയൊരു വ്യത്യാസമുള്ളത് രണ്ട് പൊസിഷൻ കാണിച്ചിട്ടുണ്ട്, J1 J2, ജോക്കിയുടെ രണ്ട് പൊസിഷനാണത്. അപ്പോൾ അത് ഓരോന്ന് എന്താണെന്ന് പറയാം. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ഈ ഒരു സർക്യൂട്ട് ഉപയോഗിച്ചിട്ട് ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കുക. സോ ഫസ്റ്റ് വി സെൻഡ് സ്റ്റഡി കറൻറ്റ് ത്രൂ ദ പൊട്ടൻഷ്യോമീറ്റർ വയർ. ഓക്കെ, നൗ വാട്ട് വി ഡു ഇസ് കീ K1 is open. K1 ഓപ്പൺ മീൻസ് എന്താണ്, നമ്മൾ റെസിസ്റ്റൻസ് ഒന്നും സർക്യൂട്ടിൽ ഇൻക്ലൂഡ് ചെയ്യുന്നില്ല എന്നർത്ഥം അല്ലേ. നോ റെസിസ്റ്റൻസ്, അതായത് ആ റെസിസ്റ്റൻസ് ബോക്സിൽ നമുക്ക് റെസിസ്റ്റൻസ് ഉണ്ട്, പക്ഷേ ആ റെസിസ്റ്റൻസ് സർക്യൂട്ടിലേക്ക് വരണമെങ്കിൽ എന്ത് ചെയ്യണം, K1 എന്നുള്ള കീ അത് ക്ലോസ് ചെയ്യണം. ഇപ്പോൾ നമ്മൾ ചെയ്യുന്നത് K1 ഓപ്പൺ ആക്കി വെച്ചിരിക്കുന്നു. ദാറ്റ് മീൻസ് നോ റെസിസ്റ്റൻസസ് ഇൻക്ലൂഡഡ് ഇൻ ദ സർക്യൂട്ട്. ആൻഡ് വി ഫൈൻഡ് ഔട്ട് ദ ബാലൻസിങ് ലെങ്ത്. എങ്ങനെ ബാലൻസിങ് ലെങ്ത് കാണും? മുമ്പ് നമ്മൾ ചെയ്ത പോലെ തന്നെ, അതായത് സ്ലൈഡ് ദ ജോക്കി along the wire and galvanometer shows zero deflection. So find the position where galvanometer shows zero deflection. അതാണ് നമ്മുടെ ബാലൻസിങ് ലെങ്ത്. അപ്പോൾ K1 ഓപ്പൺ ആക്കി വെച്ചുകൊണ്ട് വിൽ ഫൈൻഡ് ഔട്ട് ദ ബാലൻസിങ് ലെങ്ത്. ആ ബാലൻസിങ് ലെങ്താണ് J1 എന്ന പൊസിഷനിൽ കിട്ടുന്നത്. Okay, see the figure.
J1 എവിടെയാണ് നോക്കൂ, ജോക്കിയുടെ പൊസിഷനാണ് J1. സോ ഇതാണ് J1. അപ്പോൾ A മുതൽ J1 വരെയുള്ള ലെങ്ത്, അതാണ് ബാലൻസിങ് ലെങ്ത്. AJ1 ഇറ്റ് ഈസ് ഡിനോട്ടഡ് ബൈ L1. ഓക്കെ, ഫിഗറിൽ കാണിച്ചിട്ടില്ല, നമ്മൾ ഡെറിവേഷൻ നമുക്ക് അത് കാണാം. AJ1 ഈക്വൽ ടു L1. അപ്പോൾ എന്താണ് L1? ഇറ്റ് ഈസ് ദി ബാലൻസിങ് ലെങ്ത് വെൻ കീ K1 is open. K1 ഓപ്പൺ ആയിരിക്കുമ്പോഴുള്ള ബാലൻസിങ് ലെങ്ത്. ഇനി K1 ഓപ്പൺ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ആ ഭാഗം, അതായത് ആ ഒരു സർക്യൂട്ടിൽ റെസിസ്റ്റൻസിലൂടെ കറണ്ട് ഫ്ലോ ഇല്ല, അല്ലെങ്കിൽ വേറെ രീതിയിൽ പറഞ്ഞാൽ നോ കറണ്ട് ഇസ് ഡ്രോൺ ഫ്രം ദിസ് സെൽ E1 അല്ലേ? K1 ഓപ്പൺ ആയിരിക്കുമ്പോൾ ഈ ബ്രാഞ്ചിലൂടെ കറണ്ട് ഫ്ലോ ഇല്ല, ശരിയല്ലേ? കീ ഇവിടെ ഓപ്പൺ ആണ്, അപ്പോൾ ആ ബ്രാഞ്ച്, ആ റെസിസ്റ്റൻസിലൂടെ കറണ്ട് ഇല്ല. കറണ്ട് ഇല്ല എന്ന് പറഞ്ഞാൽ നോ കറണ്ട് ഇസ് ഡ്രോൺ ഫ്രം ദ സെൽ. അപ്പോൾ നമുക്ക് കിട്ടുന്നത് എന്തായിരിക്കും? ആ രണ്ട് ഇലക്ട്രോഡ്സിൻ്റെ ഇടയിലുള്ള PD എന്ന് പറയുന്നത് എന്താ? അപ്പോൾ EMF ആണ്. ഓക്കെ, മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. അതായത് K1 ഓപ്പൺ ആണ്, ദാറ്റ് മീൻസ് നോ കറണ്ട് ഇസ് ഡ്രോൺ ഫ്രം സെൽ E1. Then we find the balancing length. So J1 is the balancing point. AJ1 is the balancing length. അതാണ് നമ്മൾ L1 ഡിനോട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം ഇക്വേഷൻ? മുമ്പ് നമ്മൾ എഴുതിയ രീതിയിൽ ഇപ്പോൾ കിട്ടിയ ബാലൻസിങ് ലെങ്ത് എന്തിനെയായിരിക്കും ബാലൻസ് ചെയ്യുക? ദാറ്റ് ഈസ് ഇറ്റ് ബാലൻസസ് EMF E1. So E1 is proportional to L1 എഴുതാം. ഓക്കെ, E1 is proportional to L1. ഓക്കെ, ക്ലിയർ ആയിട്ടുണ്ടാകും. അപ്പോൾ രണ്ടാമത് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്, രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്, നമ്മൾ കീ K1 ക്ലോസ് ചെയ്യാൻ പോവാണ്. റൈറ്റ്, K1 is closed. K1 ക്ലോസ് ചെയ്യുമ്പോൾ എന്താണ് പ്രത്യേകത? K1 ക്ലോസ് ചെയ്യുമ്പോൾ ഈ റെസിസ്റ്റൻസ്, നമ്മുടെ സെക്കൻഡറി സർക്യൂട്ടിലുള്ള റെസിസ്റ്റൻസ് ഈ സർക്യൂട്ടിൽ ഉൾപ്പെടുത്തി എന്ന് പറഞ്ഞാൽ ദർ ഇസ് കറൻറ്റ് പാസിങ് ത്രൂ ദാറ്റ് റെസിസ്റ്റൻസ്. സോ വെൻ കറൻറ്റ് പാസസ് ത്രൂ ദാറ്റ് റെസിസ്റ്റൻസ്, നമുക്ക് പറയാം കറൻറ്റ് ഇസ് ഡ്രോൺ ഫ്രം സെൽ E1. E1ൽ നിന്ന് കറണ്ട് എടുക്കുന്നുണ്ട് അല്ല, നേരത്തെ പോലെയുള്ള സിറ്റുവേഷൻ അല്ല. ഇപ്പോൾ നേരത്തെ E1ൽ നിന്ന് കറണ്ട് എടുക്കുന്നില്ലായിരുന്നു, അപ്പോൾ നമുക്ക് EMF ആണ്, EMFനെയാണ് നമ്മൾ ബാലൻസ് ചെയ്തത്. ഇപ്പോൾ ദാറ്റ് K1 is closed, current passes through that resistance. So cell E1, അതിൽ നിന്ന് current is drawn from the cell. Okay, or now we get the potential difference. വീണ്ടും നമ്മൾ ചെയ്യുന്നത്, jockey is slided along the potentiometer wire and we find the balancing length. Let J2 be the new balancing point. See J2, ഇതാണ് J2ൻ്റെ പൊസിഷൻ. അപ്പോൾ J2 ആണ് പുതിയ ബാലൻസിങ് പോയിന്റ് എന്ന് വിചാരിക്കുക. AJ2 is the balancing length. It is denoted by L2. ഓക്കെ, അപ്പോൾ രണ്ട് തവണ നമ്മൾ ബാലൻസിങ് ലെങ്ത് കണ്ടുപിടിച്ചു. എപ്പോഴൊക്കെയാണ്? ഫസ്റ്റ് K1 kept open and we find the balancing length. It is AJ1 denoted by L1. And this length balances the EMF of the cell E1. Okay, രണ്ടാമത് നമ്മൾ ചെയ്തത് K1 is closed. So current is drawn from E1. And now we get the potential difference. So which is the balancing point now? J2 is the new balancing point. And the new balancing length is L2. That means the potential difference across length L2 balances the PD. Okay, which may be denoted by V. അപ്പോൾ ആ രീതിയിൽ നമ്മൾ രണ്ട് ബാലൻസിങ് ലെങ്ത് കണ്ടുപിടിച്ചു. K1 ഓപ്പൺ ആയിട്ടുള്ള ബാലൻസിങ് ലെങ്ത് L1, അതുപോലെ K1 ക്ലോസ് ചെയ്തിട്ടുള്ള ബാലൻസിങ് ലെങ്ത് L2. ഇനി നോക്കാം എങ്ങനെയാണ്
ഈ വാല്യൂസ് വെച്ചിട്ട് ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കുന്നതാണ്. ശ്രദ്ധിക്കൂ. സോ പറഞ്ഞു കഴിഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. വിത്ത് കീ K1 ഓപ്പൺ, ബാലൻസിങ് ലെങ്ത് ഇസ് ഒബ്റ്റെയിൻഡ് അറ്റ് ലെങ്ത് L1. അപ്പോൾ നമുക്ക് എഴുതാം E1 ഈക്വൽ ടു I RCM L1. ഇതെങ്ങനെ എഴുതുന്നു എന്നുള്ള നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടതാണ്. അതായത് EMF എന്ന് പറയുന്നത് I ഇൻറ്റു R. ഓക്കെ, I ഇൻറ്റു R എന്ന് പറയുന്നത് അത്രയും ലെങ്ത്തിൻ്റെ റെസിസ്റ്റൻസ് ആണ്. വേർ RCM ഇസ് ദ റെസിസ്റ്റൻസ് പെർ യൂണിറ്റ് ലെങ്ത് ഓഫ് ദി potentiometer wire. അല്ലേ, L1 അത്രയും ലെങ്ത്തിൻ്റെ റെസിസ്റ്റൻസ് ആണ് നമുക്ക് വേണ്ടത് I ഇൻറ്റു R എന്ന് എഴുതുമ്പോൾ. അപ്പോൾ യൂണിറ്റ് ലെങ്ത്തിൻ്റെ റെസിസ്റ്റൻസ് RCM. അപ്പോൾ ലെങ്ത് L1 ആകുമ്പോൾ അതിൻ്റെ റെസിസ്റ്റൻസ് RCM ഇൻറ്റു L1. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ട കാര്യമാണ്, അതുകൊണ്ട് ഞാൻ വിശദീകരിച്ച് എഴുതിയിട്ടില്ല. സോ E1 ഈക്വൽ ടു I RCM L1. അതിൽ I സ്റ്റഡി കറണ്ടാണ്, കോൺസ്റ്റൻ്റ് ആണ്. RCMും കോൺസ്റ്റൻ്റ് ആണ്. ദാറ്റ് ഇസ് PD അക്രോസ് യൂണിറ്റ് ലെങ്ത് ഓഫ് പൊട്ടൻഷ്യോമീറ്റർ വയർ. സോ ഇറ്റ് ക്യാൻ ബി റിട്ടൺ ആസ് E1 ഈക്വൽ ടു K ഇൻറ്റു L1, വേർ K ഇസ് എ കോൺസ്റ്റൻറ്റ്. K കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് നമ്മൾ വേരിയേഷൻ വരുന്നില്ല, അതുകൊണ്ടാണ് K എന്ന് യൂസ് ചെയ്തത്. സോ E1 ഈക്വൽ ടു K ടു L1. ലെറ്റ് ഇറ്റ് ബി ഇക്വേഷൻ നമ്പർ 1. അടുത്ത സ്റ്റെപ്പിൽ key K1 closed. Okay, inserting key K1 means some current is drawn from the cell. അല്ലെങ്കിൽ നമുക്ക് പറയാം K1 is closed. So we get the balancing length at J2. New balancing length is L2. അപ്പോൾ L2 എന്നുള്ള ബാലൻസിങ് ലെങ്ത് ബാലൻസ് ചെയ്യുന്നത് പൊട്ടൻഷ്യൽ ഡ്രോപ്പിനെയാണ്, പൊട്ടൻഷ്യൽ ഡിഫറൻസിനെയാണ്. അപ്പോൾ നമുക്ക് എഴുതാം B ഈക്വൽ ടു K ഇൻറ്റു L2. ഓക്കെ, നമ്മൾ പറഞ്ഞ രീതിയിൽ മുമ്പ് വിശദമായി പറഞ്ഞതാണ്. അപ്പോൾ പൊട്ടൻഷ്യൽ ഡ്രോപ്പ് എന്ന് പറയുന്നത് I ഇൻറ്റു R ആണ്. ഇവിടെ L2 ആണ് ലെങ്ത് വരിക. അപ്പോൾ അത്രയും ലെങ്ത്തിൻ്റെ റെസിസ്റ്റൻസ് ആണ് വരിക. ആ രീതിയിൽ K കോൺസ്റ്റൻ്റ് ആണ്. സോ B ഈക്വൽ ടു K ഇൻറ്റു L2. ലെറ്റ് ഇറ്റ് ബി ഇക്വേഷൻ നമ്പർ 2. Now, what is the equation for internal resistance? നമ്മൾ മുമ്പ് പഠിച്ച ഇക്വേഷനാണ്. R ഈക്വൽ ടു E മൈനസ് V ബൈ I. അല്ലേ, R ഈക്വൽ ടു E മൈനസ് V ബൈ I. അതിൽ E എന്നുള്ളത് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത് E1 ആയതുകൊണ്ട് E1 എഴുതിയെന്നേ ഉള്ളൂ. സോ E1 മൈനസ് V ഡിവൈഡഡ് ബൈ I, വേർ I ഇസ് ദ കറണ്ട്. ഓക്കെ, ഐക്ക് പകരം നമുക്ക് എന്ത് കൊടുക്കാം? V ബൈ R എന്ന് കൊടുക്കാം യൂസിങ് ഓംസ് ലോ. ഐക്ക് പകരം V ബൈ R സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ സ്മോൾ r, ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് ഈക്വൽ ടു E1 മൈനസ് V ഡിവൈഡഡ് ബൈ ഐക്ക് പകരം V ബൈ R. അപ്പോൾ R ന്യൂമറേറ്ററിലേക്ക് പോയല്ലോ. സോ യു ഗെറ്റ് E1 മൈനസ് V ഇൻറ്റു R ഡിവൈഡഡ് ബൈ V. ഓക്കെ, അപ്പോൾ ലെറ്റ് ഇറ്റ് ബി ഇക്വേഷൻ നമ്പർ 3. മൂന്ന് ഇക്വേഷൻസ് കിട്ടി നമുക്ക്. ഫസ്റ്റ് ഇക്വേഷൻ എന്തായിരുന്നു? E1 ഈക്വൽ ടു K L1. സെക്കൻഡ് ഇക്വേഷൻ V ഈക്വൽ ടു K L2. തേർഡ് ഇക്വേഷൻ R ഈക്വൽ ടു E1 മൈനസ് V ഇൻറ്റു R ഹോൾ ഡിവൈഡഡ് ബൈ V. ഇനി ഈ മൂന്ന് ഇക്വേഷൻസ് നമുക്ക് റീഅറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും നോക്കൂ. R ഈക്വൽ ടു E1 K L1 കൊടുക്കാം, മൈനസ് Vക്ക് പകരം K L2 ഇൻറ്റു R ഡിവൈഡഡ് ബൈ K L2. അപ്പോൾ മുകളിലെ ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും K ഉണ്ടാവുമല്ലോ അല്ലേ, നിങ്ങൾ എഴുതുമ്പോൾ അങ്ങനെ തന്നെ എഴുതിക്കോളൂ. K L1 മൈനസ് K L2 ഇൻറ്റു R ഡിവൈഡഡ് ബൈ K L2. K കോമൺ ആയിട്ട് പുറത്തേക്ക് എടുക്കുക, മുകളിലും താഴെയും K ക്യാൻസൽ ചെയ്യാം. സോ വാട്ട് റിമെയിൻസ് ഇസ് L1 മൈനസ് L2 by L2 into R, or it can be written as L1 by L2 minus 1 into R. Okay, so L1 by L2 minus 1 into R. So internal resistance of the cell E1 നമ്മൾ സെക്കൻഡറി സർക്യൂട്ടിൽ ഉപയോഗിച്ച സെല്ലിൻ്റെ internal resistance, that is given by L1 by L2 minus 1 into R.
where L1 is the balancing length with key K1 open, L2 is the balancing length with key K1 closed. Capital R is the resistance in the resistance box. Okay, അപ്പോൾ ഇക്വേഷൻ എഴുതുമ്പോൾ ഓരോന്നും എന്താണെന്ന് വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരിക്കണം. സോ L1 balancing length when no current is drawn from the cell, L2 balancing length when current is drawn from the cell, capital is the resistance included in the resistance box. അപ്പോൾ ഈ രണ്ട് വാല്യൂസ് L1 L2 കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ now you can calculate the value of internal resistance. അപ്പോൾ ലാബിൽ നമ്മൾ ചെയ്യുമ്പോൾ ഒറ്റൊരു വാല്യൂ മതിയാവില്ല. നമുക്ക് ആക്യുറസിക്ക് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? വിൽ ചേഞ്ച് ദ വാല്യൂ ഓഫ് ക്യാപിറ്റൽ ആർ. എക്സ്റ്റേണൽ റെസിസ്റ്റൻസിൻ്റെ വാല്യൂസ് ചേഞ്ച് ചെയ്യും. അതായത് 1 2 3 4 അങ്ങനെ ചേഞ്ച് ചെയ്തിട്ട് കറസ്പോണ്ടിങ് വാല്യൂസ് L1 L2 കണ്ടുപിടിക്കും. ആൻഡ് ദെൻ യു ക്യാൻ calculate the internal resistance. അപ്പോൾ you can see that as the value of capital R increases, the internal resistance also increases. Okay, അതായത് external resistance കൂടുന്നതിനനുസരിച്ച് internal resistance കൂടുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അങ്ങനെ ലാബിൽ ചെയ്ത് കഴിഞ്ഞാൽ ആ മീൻ വാല്യൂ ആണ് നമ്മൾ യൂസ് ചെയ്യുക കാൽക്കുലേഷന്, അല്ലെങ്കിൽ സെല്ലിൻ്റെ ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് ആയിട്ട് നമ്മളെടുത്ത ഒബ്സർവേഷൻസിൻ്റെ മീൻ വാല്യൂ ആണ് എടുക്കുക. അപ്പോൾ പൊട്ടൻഷ്യോമീറ്റർ എന്ന അപ്പാരറ്റസിൻ്റെ വളരെ പ്രധാനപ്പെട്ട രണ്ട് യൂസസ് അല്ലെങ്കിൽ ആപ്ലിക്കേഷൻസ് നമ്മൾ കണ്ടു കഴിഞ്ഞു. ഒന്നാമത്തെ ആപ്ലിക്കേഷൻ എന്തായിരുന്നു? ഇറ്റ് ഈസ് യൂസ് ടു കമ്പയർ the EMF of two cells. നമ്മൾ പറഞ്ഞു why it is preferred. വോൾട്ട്മീറ്ററിനേക്കാൾ പൊട്ടൻഷ്യോമീറ്ററാണ് കൂടുതൽ പ്രിഫർ ചെയ്യുക. എന്തുകൊണ്ടാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞാണ്. രണ്ടാമത്തെ യൂസ് എന്ന് പറയുന്നത് ഇതാണ്. പൊട്ടൻഷ്യോമീറ്റർ ഇസ് യൂസ് ടു ഫൈൻഡ് ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് ഓഫ് ദി സെൽ. അപ്പോൾ ഇന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നന്നായിട്ട് പഠിക്കാം. താങ്ക് യു.